ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള 6ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിൻ്റെ ഹാഫ് ഇയർലി ചോദ്യപേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് അയച്ച സ്വഹാബി മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒന്നാമത്തെ പാഠത്ത് പഠിച്ചിരുന്നു. അപ്പോൾ യമനിലേക്ക് അയച്ചത് മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സഹാബികളിലെ പ്രമുഖ മുജ്തഹിദ് ആരായിരുന്നു? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മളതിൽ കുറച്ച് പേരുകൾ പഠിച്ചിട്ടുണ്ട്. 4 ഖലീഫമാരും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദും സെയ്ദ് ഇബ്നു സാബിത്തും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമൈർ, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ തുടങ്ങിയവരൊക്കെ പ്രമുഖ മുജ്തഹിദുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഇവിടെ വന്ന പേര് സെയ്ദ് ഇബ്നു സാബിത്താണ്. അപ്പോൾ ഇതുപോലെ പേര് മാറി വരാൻ പഠിക്കാം. അടുത്തത് എന്താണ്? മദ്ഹബ് തഖ്ലീദ് ചെയ്യൽ. എന്താണ്? മദ്ഹബ് തഖ്ലീദ് ചെയ്യൽ വാജിബാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. 4 മദ്ഹബ് തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ അതാണ് വാജിബ്. അടുത്തത് എന്താണ്? സ്വർണത്തിൻ്റെ നിസാബ് എത്ര? സ്വർണത്തിൻ്റെ നിസാബ് 20 മിസ്കാലാണ്. സ്വർണത്തിൻ്റെ നിസാബ് 20 മിസ്കാൽ. അതായത് മിസ്കാല് ഏകദേശം 85 ഗ്രാം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 20 മിസ്കാലാണ് സ്വർണത്തിൻ്റെ. വെള്ളിയുടെ നിസാബ് 200 ദിർഹമാണ്. 200 ദിർഹം 595 ഗ്രാം. അടുത്തത് ഒരു സ്വാഗ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഒരു സ്വാഗ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദ്. അടുത്തത് ഷാഫി മദ്ഹബ് പ്രകാരമുള്ള ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ. എന്താണ്? ഷർഹ് മുഹദ്ദബ്, മിൻഹാജു ത്വാലിബീൻ, തുഹ്ഫത്തുൽ മുഹ്താജ്, ഫത്ഹുൽ മുഈൻ എന്നിവ ഷാഫി മദ്ഹബിലെ പ്രഗൽഭ ഗ്രന്ഥങ്ങളിൽ ചിലതാണ്. അപ്പോൾ ഇവിടെ ഫത്ഹ് മുഈൻ പേര് ഫത്ഹ് മുബീൻ, ഫത്ഹ് മുഈസ് എന്നൊക്കെ പേര് മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫത്ഹ് മുഈനാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത ഇനി ചേരുംപടി ചേർക്കാനാണ്. ഇവിടെ വന്നത് മയ്യിത്തിന് നമ്മൾ തൽക്കീന്, തസ്ബീത്ത്, മയ്യിത്തുസ്കാരത്തിലെ ദുആ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഇവിടെ വന്നത് അല്ലാഹു മൗഫിർ ലഹു. എന്താണ്? അല്ലാഹുവേ മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണമേ. അപ്പോൾ അതിൻ്റെ സി ഏതാ? ഇനിയാ നഖ്ഹി മിനൽ ഹത്തായ എന്താണ് വന്നത്? പാപങ്ങളിൽ നിന്ന് നീ അവനെ ശുദ്ധീകരിക്കണമെന്നത്. അതിൻ്റെ അപ്പം എഴുതി കൊടുക്കാം. അടുത്തതാ അദ്ഖിൽഹുൽ ജന്നത്ത എന്താണ് വന്നത്? അപ്പോൾ ഇവിടെ ഈ ആണ്, അവനെ സ്വർഗത്തിൽ കടത്തേണമേ എന്ന്. അപ്പോൾ അതിൻ്റെ ഈ ആണ് അവിടെ എഴുതേണ്ടത്. പിന്നെ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. അപ്പോൾ അവിടെ അല്ലാഹുവേ നീ മയ്യിത്തിന് ഉത്തരം നൽകണമേ. ജവാബ് ഉത്തരം നൽകണമേ. അപ്പോൾ അതിൻ്റെ ബി അവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ വസിൽഹോ മയ്യിത്തിനെ നീ കുളിപ്പിക്കണമേ. ഡി. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ വന്നാൽ നമുക്ക് മാറിത്തരാം ലഫ്ലുകൾ. മനസ്സിലായില്ല? അപ്പോൾ അത് അബ്ദിൽഹു ദാറൻ ഹൈറം മിൻ ദാരിഹി ഐദ്ഹു മിൻ അദാബിൽ ഖബർ, അതൊക്കെ വന്ന് നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയണം. മനസ്സിലാക്കുക. ഇനി പൂരിപ്പിക്കാനാണ്. എന്താണ്? ഉഹുദ് മലയോളമുള്ള പ്രതിഫലമാണ് എന്ത്? ഒരു ഖീറാത്ത്. അപ്പോൾ ഇവിടെ പ്രതിഫലമാണ് എന്നാണ് എഴുതേണ്ടത്. ഉഹുദ് മലയോളമുള്ള പ്രതിഫലമാണ് ഒരു ഖീറാത്ത്. അടുത്തതാ സക്കാത്ത് നിർബന്ധമാവുന്ന കുറഞ്ഞ പരിധിയാണ് നിസാബ്. അപ്പോൾ ഇവിടെ പരിധിയാണ് വേണ്ടത്. സക്കാത്ത് നിർബന്ധമാവുന്ന കുറഞ്ഞ പരിധിയാണ് നിസാബ്. അടുത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സമുദായം എന്താണ്? എന്തിലാണ്? വഴികേടിൽ ഏകോപിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സമുദായം വഴികേടിൽ ഏകോപിക്കുകയില്ല. അപ്പോൾ വഴികേടിൽ നിന്ന് ഇവിടെ എഴുതാം. അടുത്തതാ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മയ്യിത്തിൻ്റെ കണ്ണുകൾ അടയ്ക്കുമ്പോഴും മയ്യിത്ത് ഖബറിലേക്ക് വെക്കുമ്പോഴൊക്കെ ചൊല്ലുന്ന ദിക്ർ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത് ഹലാലായ ഡാഷിന് സക്കാത്തില്ല. എന്താണ്? ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല. അടുത്തതാ
ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. അടുത്തത് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ ഏത് തക്ബീറിന് ശേഷമാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? ഏത് തക്ബീറിനാണ്? മയ്യിത്ത് നിസ്കാരത്തിന് 4 തക്ബീറാണുള്ളത്. 1-ാം തക്ബീറിന് ശേഷം ഫാത്തിഹയും 2-ാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തും. അതാണ് ഇവിടെ സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത്. അപ്പോൾ 2-ാം തക്ബീറിന് ശേഷമാണ്. 2-ാം തക്ബീറിന് ശേഷമാണ്. അടുത്തത് വെള്ളിയുടെ നിസാബ് എത്ര ഗ്രാമാണ്? വെള്ളിയുടെ നിസാബ് 595 ഗ്രാമാണ്. 200 ദിർഹം 595 ഗ്രാം. ഒരു മുദ് എത്ര മില്ലി ലിറ്ററാണ്? ഒരു മുദ് 800 മില്ലി ലിറ്ററാണ്. ഒരു മുദ് 800 മില്ലി ലിറ്ററാണ്. അടുത്തത് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ മാത്രമുള്ള അവകാശികൾ ആര്? ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിൽ മാത്രമുള്ള അവകാശികളാണ് ആര്? സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥൻ. ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിൽ മാത്രമുള്ള അവകാശിയാണ് സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥൻ. സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥൻ, അത് മനസ്സിലാക്കട്ടെ. സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥനാണ് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിൽ മാത്രമുള്ള അവകാശി, സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥൻ. അപ്പോൾ അത് എഴുതുക. അടുത്തത് മൂടുകല്ല് വെച്ചതിന് ശേഷം എത്ര തവണ മണ്ണ് വാരിയിടണം? മൂടുകല്ല് വെച്ചതിന് ശേഷം 3 തവണ. മൂടുകല്ല് വെച്ചതിന് ശേഷം 3 തവണ മണ്ണ് വാരിയിടണം. അപ്പോൾ അവിടെ ചെല്ലേണ്ടതൊക്കെ പഠിക്കണം കേട്ടോ. അടുത്തത് കച്ചവട സാധനങ്ങളുടെ വിലയുടെ എത്ര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? വിലയുടെ 2.5%. വിലയുടെ 2.5%മാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കച്ചവട സാധനങ്ങളുടെ വിലയുടെ 2.5%മാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അടുത്തത് സക്കാത്ത് നിർബന്ധമാകുന്ന വസ്തുക്കളിൽ 4 എണ്ണം എഴുതുക. സക്കാത്ത് നിർബന്ധമാകുന്ന വസ്തുക്കളിൽ 4 എണ്ണം എഴുതുക. സ്വർണം, വെള്ളി, ആട്, മാട്, ഒട്ടകം, ഈത്തപ്പഴം, മുന്തിരി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 4 എണ്ണം എഴുതുക. എന്താണ് ഇജ്തിഹാദ്? എന്താണ് ഇജ്തിഹാദ്? ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഇസ്ലാമിക പ്രമാണങ്ങൾ ഖുർആന്, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അടുത്തതെന്താണ്? എന്താണ് തക്ലീദ്? എന്താണ് തക്ലീദ്? മദ്ഹബ് നിഷ്കർഷിക്കുന്ന ഷർത്തുകളും ഫർളുകളും പാലിച്ചുകൊണ്ട് കർമ്മം ചെയ്യലാണ് തക്ലീദ്. മദ്ഹബ് നിഷ്കർഷിക്കുന്ന ഷർത്തുകളും ഫർളുകളും പാലിച്ചുകൊണ്ട് കർമ്മം ചെയ്യലാണ് തക്ലീദ്. നമ്മൾ 2-ാമത്തെ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. അടുത്തതെന്താണ്? ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ആർക്കാണ്? ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ആർക്കാണ്? പെരുന്നാൾ പകലിലെയും രാത്രിയിലെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവക്കുള്ള പണം കഴിച്ച് മിച്ചമുള്ളവൻ തൻ്റെയും ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് നൽകണം. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ആർക്കെന്ന് വെച്ചാൽ പെരുന്നാൾ പകലിലെയും രാത്രിയിലെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവക്കുള്ള പണം കഴിച്ച് മിച്ചമുള്ളവൻ തൻ്റെയും ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് നൽകണം. അടുത്തതെന്താണ്? മരണപ്പെട്ടയുടനെ ചെയ്യേണ്ട 2 കാര്യങ്ങൾ എഴുതുക. ഒരാൾ മരണപ്പെട്ട ഉടനെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ബിസ്മില്ലാഹി വഅലാ മില്ലത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചൊല്ലിക്കൊണ്ട് കണ്ണുകൾ അടച്ചു കൊടുക്കുക. ഒരു ശീല കൊണ്ട് താടിയുടെ താഴ്ഭാഗത്തു കൂടി മൂർധാവിലേക്ക് കെട്ടിവെച്ച് കൊടുക്കുക. ധരിച്ച വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യത്തിനെ പുതിപ്പിക്കുക. അവയവങ്ങളൊക്കെ മടക്കി നിവർത്തി മയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് 2 എണ്ണം എഴുതുക. അടുത്തെന്താണ്? മയ്യിത്ത് നിസ്കാരത്തിൽ 4-ാം തക്ബീറിന് ശേഷം ചൊല്ലേണ്ട ദിക്ർ. 4-ാം തക്ബീറിന് ശേഷം ചൊല്ലേണ്ട ദിക്ർ ഏതാ? അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദുആ ചൊല്ലണം. പിന്നെന്താണ്? സക്കാത്തിൻ്റെ അവകാശികൾ ആരെല്ലാം? സക്കാത്തിൻ്റെ അവകാശികൾ 8 പേരാണ്. ആരൊക്കെയാണ്? ഫക്കീർ, മിസ്കീന്, പാവപ്പെട്ടവൻ, കടമുള്ളവൻ, യാത്രക്കാരൻ, പുതുവിശ്വാസി, മോചനപത്രം എഴുതിയ അടിമ, യോദ്ധാവ്. ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ. ഫക്കീർ, മിസ്കീന്, കടമുള്ളവൻ, യാത്രക്കാരൻ, പുതുവിശ്വാസി, മോചനപത്രം എഴുതിയ അടിമ, യോദ്ധാവ്. ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള
സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ എന്നിവരാണ് സക്കാത്തിൻ്റെ അവകാശികൾ. അടുത്തതാ ഫിത്ർ സക്കാത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഫിത്ർ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്ർ സക്കാത്ത് ഫർലാക്കി. നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും അത് ശുദ്ധീകരിക്കും. അത് പാവങ്ങൾക്കുള്ള ഭക്ഷണമാണ്. ഇതാണ് ഫിത്ർ സക്കാത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അടുത്ത ഇനി 5 വരി കുറയാതെ ഉപന്യസിക്കാനാണ്. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? എന്താണ്? മയ്യിത്ത് നിസ്കാരത്തിന് 4 തക്ബീറാണുള്ളത്. 1-ാം തക്ബീറിൽ ഫാത്തിഹയും 2-ാം തക്ബീറിൽ 2-ാം തക്ബീറിൽ ഇബ്രാഹിമിയ സ്വലാത്തും 3-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു എന്ന ദുആവും 4-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദുആവും ചൊല്ലണം. തുടർന്ന് സലാം വീട്ടണം. ഇതാണ് മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം. പിന്നെ ഇവിടെ മുജ്തഹിദിൻ്റെ യോഗ്യതകൾ നമ്മൾ 1-ാമത്തെ പാഠത്തിലാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ഖുർആനിലും തഫ്സീറിലും നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ് വേണം. ഹദീസ് നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. കിയാസിലും അതിൻ്റെ ഇനങ്ങളിലും ആഴത്തിലുള്ള അറിവ്. പിന്നെ ഭാഷയിലും ഭാഷാ വിജ്ഞാനങ്ങളിലുമുള്ള നൈപുണ്യം. സഹാബികളുടെയും പിൽക്കാല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളിലുള്ള അറിവ്. പിന്നെ ഹദീസ് നിവേദന ശക്തി, ബലഹീനത എന്നിവയെക്കുറിച്ചുള്ള അറിവ്. ഇതൊക്കെ മുജ്തഹിദുകൾക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഓരോ പാഠത്തെയും കുറിച്ച് മദ്ഹബുകളെ കുറിച്ചിട്ട് 2-ാമത്തെ പാഠത്തു നിന്ന് നമുക്ക് എഴുതാൻ കഴിയണം. മദ്ഹബുകളെ കുറിച്ചിട്ട് നമുക്ക് 2-ാമത്തെ പാഠത്തെ ആസ്പദമാക്കിയിട്ട് എഴുതാൻ കഴിയണം. പിന്നെ അതേപോലെ എന്താണ്? മയ്യിത്ത് നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് മയ്യിത്ത് ഖബറിലേക്ക് വെക്കുന്നതും ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളും അതൊക്കെ പറയുന്നുണ്ട്. മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ കൂടുതൽ ആളുകൾ മയ്യിത്തിൻ്റെ മുന്നിൽ നടക്കണം. പിന്നെന്താണ്? മയ്യിത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചൊല്ലിയിട്ട് വേണം ഇറക്കി വെക്കാൻ. മുഖവും നെഞ്ചും കിബിലയിലേക്ക് തിരിച്ച് വലതുവശത്തിൻ്റെ മേൽ ചെരിച്ച് കിടത്തണം. കവിൾത്തടം മറ നീക്കി മണ്ണിലേക്ക് ചേർത്ത് വെക്കണം. ശേഷം മൂടുകല്ല് വെക്കണം. മിൻഹാ ഹലക്കിനാക്കും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഹരിജുക്കും താറത്തൻ ഉഹ്റ എന്ന് ദിക്റ് ചൊല്ലി 3 തവണ മണ്ണ് വാരിയിടണം. പിന്നെ മയ്യിത്തിന് തൽക്കീൻ ചൊല്ലിക്കൊടുക്കണം. തസ്ബീത്ത് ചൊല്ലണം. അപ്പോൾ അതൊക്കെ അവിടെ മനസ്സിലാക്കി പഠിക്കുക. അതൊക്കെ എഴുതാൻ കഴിയണം. അതുപോലെ സക്കാത്തിനെ കുറിച്ചിട്ട് എഴുതാൻ വരും. സക്കാത്ത് നിർബന്ധമുള്ളത് അത് എത്ര നിസാബാണ്, സ്വർണം വെള്ളി എന്നിവയുടെ നിസാബ്, അതിനെക്കുറിച്ച് എഴുതാൻ വരും. അതുപോലെ സക്കാത്തുൽ ഫിത്ർ സക്കാത്ത് ശരീരത്തിൻ്റെ സക്കാത്താണ്. സക്കാത്തുൽ ബദനി എന്ന് പറയും. അപ്പോൾ അതൊക്കെ ആ പാഠത്തെ ഓരോന്നിനെയും ആസ്പദമാക്കിയിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. നമുക്ക് 7-ാമത്തെ പാഠഭാഗം വരെയാണ് ഈ ചോദ്യപേപ്പറിൽ ഉൾപ്പെട്ടത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.